റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഖന്തക്കിന്റെ വേളയിൽ സഹാബത്ത് വേദനയേറി നിൽക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, റസൂലെ, ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടോ? സഹാബത്ത് ചോദിക്കാണ് ഖന്തക്കിന്റെ ദിവസത്തിൽ ഹൽ മിൻ ഷൈഇൻ നഖൂലു, ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വഖദ് ബലഗത്തിൽ ഖുലൂബുൽ ഖനാജിർ, പേടി കൊണ്ട് നമ്മുടെ ഹൃദയം തൊണ്ടക്കുഴിയിലെത്തിയിരിക്കുകയാണ്. ഖന്തക്കിന്റെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. പേടിച്ച് വിറച്ചിട്ട് അവരുടെ ഹൃദയങ്ങൾ തൊണ്ടയിലെത്തി നിൽക്കുന്നു എന്ന് സഹാബത്ത് പറയാണ്. റസൂലെ, ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കണ്ടോ? പേടിയുടെ നിർഭയത്വമില്ലാത്ത അവസ്ഥ, ആ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കേണ്ടതെന്ത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നഅം, പ്രാർത്ഥിക്കാനുണ്ട്. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മസ്തിർ ഔറാതി വആമിൻ റൗആതി, അല്ലാഹുമ്മസ്തിർ ഔറാതിന വആമിൻ റൗആതിന. അല്ലാഹുവേ, നമ്മുടെ തിന്മകളെ നീ മറച്ചു വെക്കണം, എന്നിട്ട് നമുക്ക് നിർഭയത്വം നൽകണം, ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകണം എന്നാണ് റസൂൽ കരീം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. രണ്ട് കാര്യങ്ങൾ, ഒരു കോംബോ അവിടെ ഉണ്ട്. ഈ കോംബോ എന്നുള്ളത് സാധനം വാങ്ങാനും ഫുഡ് കഴിക്കുമ്പോഴും മാത്രമുള്ളതൊന്നുമല്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കോംബോ ഉണ്ട്. അതിൽ 2 കോംബോയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏത്? ഒന്ന് ഭക്ഷണവും റിസ്ക്കും, പിന്നെ നിർഭയത്വവും. ഇവിടെയും മറ്റൊരു കോംബോ പറഞ്ഞു. ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളെ റബ്ബേ നീ മറച്ചു വെക്കണം, അതോടൊപ്പം നീ നമുക്ക് നിർഭയത്വം നൽകണം. ഞാൻ നേരത്തെ പറഞ്ഞു, തിന്മകൾ കാരണം നിർഭയത്വം നഷ്ടപ്പെടും. ഇവിടെ അല്ലാഹ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, തിന്മകൾ മറച്ചു വെക്കാനും നിർഭയത്വം ലഭിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ആഫിയത്ത് നൽകണം, ഈ ദുനിയാവിലും പരലോകത്തും ആഫിയത്ത് നൽകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. എന്നിട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയിൽ തന്നെ പഠിപ്പിച്ചു, അല്ലാഹുമ്മസ്തിർ ഔറാതി വ ആമിൻ റൗആതി. അവിടെയും പ്രാർത്ഥിച്ചത് ഈ പ്രാർത്ഥനയാണ്. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന ഒരു മുഅ്മിനിന് എങ്ങനെയാണ് നിർഭയത്വം ലഭിക്കാതിരിക്കുക? അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകളെ കൂടി പഠിച്ച്, അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വച്ചു പഠിച്ച് രാവിലെയും വൈകുന്നേരവും അത് കൃത്യമായി പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് ഈ സമകാലിക സാഹചര്യത്തിൽ നാം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.